ഇന്നത്തെ റെസിപ്പി ഒരു പിസ്സയാണ്, ചിക്കൻ പിസ്സ. ഇത് ഓവനിലൊന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ തന്നെ ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം അല്പം ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ ഈസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇവിടെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഓയിൽ ചേർക്കാം, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ തന്നെയും ചേർക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഓയിലാണോ അത് നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫെർമെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് അതിനകത്തേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. അതിനായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മളെ ഡോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം കൂടെ എണ്ണ തൂവിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊന്ന് നന്നായി പൊങ്ങി വരണം. അപ്പോൾ ഇത് ഇളം ചൂടുള്ള വെള്ളം വെച്ച് കുഴച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഒരു 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് വെക്കുന്ന സ്ഥലവും അതുപോലെ കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലമായിരിക്കണം. ഞാനിപ്പോൾ ഇതൊരു കവർ ചെയ്തിട്ട് ഒരു റൈസ് കുക്കറിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചൂട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. എന്നാലേ ഈ 2-3 മണിക്കൂറിനകത്ത് ഫെർമെൻ്റ് ആയിട്ട് വരികയുള്ളൂ. അതല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ എടുക്കും ഇത് ശരിക്കും അങ്ങ് പൊങ്ങി വരാനായിട്ട്. അപ്പം ഒന്നുകിൽ ഓവനകത്ത് ലൈറ്റ് ഇട്ട് വെച്ചാൽ മതി, അതല്ലെങ്കിൽ ഇതുപോലെ റൈസ് കുക്കറിനകത്തോ അതല്ലെങ്കിൽ ചൂട് നിലനിൽക്കുന്ന എന്തിനെങ്കിലും അകത്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അത് ആയി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് ഞാൻ. ഒരു 1/2 കപ്പ് ചിക്കൻ്റെ ഇറച്ചി മാത്രം കട്ട് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അല്പം ഒരു 1.5 ടീസ്പൂണോളം ചെറുനാരങ്ങാനീര്, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം ഗാർലിക് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഗാർലിക് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ക്രിസ്പി ആവുകയൊന്നും വേണ്ട. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. സ്റ്റെപ്പ് ഫ്രൈ ചെയ്യുന്നത് വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഡോ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പത്തിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി നമുക്ക് ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് ശരിക്കും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരല്പം പൊടിയൊക്കെ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം പൊടിയൊക്കെ തൂവിയിട്ട് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുത്താൽ മതി. നമ്മൾ ബൗളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ബോളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം
ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് പുറത്ത് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതൊന്ന് അതിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. 10-15 മിനിറ്റ് വെച്ചാൽ മതി, അതിലധികം സമയമൊന്നും വെക്കണ്ട. കവർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒരു പാത്രം വെച്ച് കവർ ചെയ്താലും മതി. ക്ലിംഗ് ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഏത് പാത്രത്തിനകത്താണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിനകത്തുള്ള വലുപ്പത്തിൽ ഉള്ള ഒരു മാവാക്കി മാറ്റണം, ഒരു ഉരുള. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ പകുതി മതി, അതുകൊണ്ട് ഞാനിത് 2ആക്കി കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് ഞാൻ 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് ആ ഒരു പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു ക്ലിയർ ആയിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ മറ്റേതും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഉരുള ആദ്യം പരത്തിയെടുക്കുകയാണ്. ജസ്റ്റ് നമ്മളെ കൈൻ്റെ വിരലിൻ്റെ ആ ടിപ്പ് വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി. റോളിംഗ് പിന്ന് വെച്ചിട്ട് പരത്താതിരിക്കുന്നതാണ് നല്ലത്. റോളിംഗ് പിന്ന് വെച്ച് നമ്മൾ പരത്തുമ്പോൾ അതിൻ്റെ ആ പൊങ്ങി വന്നിട്ടുള്ളതൊക്കെ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാനും അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കി കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്ന സംഗതികളൊക്കെ ഒന്ന് അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യാണ്. ഇത് കടകളിലൊക്കെ വാങ്ങിക്കാനുണ്ട്, നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. പിസ്സ ചീസ് എന്ന് പറഞ്ഞിട്ടും മൊസറല്ല ചീസ് എന്ന് പറഞ്ഞിട്ടും കടകളിലൊക്കെ വാങ്ങിക്കാണ്ട്. ഇനിയിപ്പോൾ ഈ ചീസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കടകളിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് ചീസിൻ്റെ സ്ലൈസസ്. അത് വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതും നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിൽ മറ്റേത് വാങ്ങിച്ചിട്ട് ചെയ്താലും മതി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് വെറും വെജിറ്റബിൾസ് മാത്രമാക്കിയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒനിയനും വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, ചിക്കൻ വെച്ചതായതുകൊണ്ട് വളരെ കുറച്ചേ വേണ്ടതുള്ളൂ. ബെൽ പെപ്പർ 3 കളറിലുള്ളതും ഒരു 3 പീസാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒനിയൻസും ഒരു 4 ചെറിയ പീസസ് മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര ഒരു പിസ്സൻ്റെ ഒരു ഇത് കിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ വെക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കാം, കട്ട് ചെയ്തിട്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഒലീവ്സ് ചോദിച്ചാൽ സെയിൽസ്മാൻമാർ എടുത്ത് തരും. ഇനി കുറച്ചുകൂടെ ചീസൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വലിയ ഒരു വട്ടത്തിലുള്ളൊരു ചെമ്പിനകത്താണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് പൂഴിയാണ് ഇതിന് അടിയിലിട്ടിട്ടുള്ള മണൽ
അതിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒരു ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം മണൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് 15 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. അപ്പം അത് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചീസ് ഒന്ന് മെൽറ്റായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ മതി. 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പിസ്സ കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതൊരു ചെറിയ പാത്രത്തിലായിരുന്നു ചെയ്തത്, അതുകൊണ്ട് ഈ പ്ലേറ്റിൻ്റെ അത്ര തന്നെ ഇല്ല. ഞാനിതൊന്ന് ഇനി കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 മിനിറ്റിലധികം വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചീസ് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ എലാസ്റ്റിക് വലിയുന്നത് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന അതുണ്ടാവില്ല, ആ ഒരു ടെക്സ്ചറും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ അടിയിൽ വെച്ചിട്ടുള്ള ആ ഡോ അത് വളരെ ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് 10 മിനിറ്റിലധികം വേവിക്കേണ്ടതെന്ന് പറഞ്ഞത്. നമ്മളിതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ വലിഞ്ഞിങ്ങനെ വരുന്നത് കാണുന്നില്ല. അതുപോലെ വലിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റിലധികം വേവിക്കരുത്. അപ്പോൾ മുകളിലുള്ളത് ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ പിസ്സ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമല്ലേ. നമ്മൾ ഈ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് അത്രയേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ആ ഒരു ബന്നിൻ്റെ ഇതിൻ്റെയൊക്കെ അതേ ഒരു ടെക്സ്ചറിൽ നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.